ഗലാത്യരെ ബുദ്ധിയില്ലാത്തവർ എന്ന് വിളിക്കുവാനുള്ള രണ്ടാമത്തെ കാരണം ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ടിപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത് എന്ന ഗലാത്യർ 3:3 വചനഭാഗമാണ്. ഇത് വ്യക്തമാക്കുവാൻ റോമർ 8:3 ചേർത്ത് ചിന്തിക്കാം. ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിക്കുവാനാണ് ദൈവം തൻ്റെ പുത്രനെ അയച്ചത്. ക്രിസ്തു വന്നത് ന്യായപ്രമാണത്തെ നീക്കുവാനല്ല, നിവർത്തിക്കുവാനത്രേ എന്ന തിരുവചനം ഇവിടെ ഉറപ്പിക്കപ്പെടുന്നു. ന്യായപ്രമാണം ക്രിസ്തുവിലൂടെ നമ്മുടെ ഉള്ളിലാക്കപ്പെടുകയാണ്. പുതിയ നിയമത്തിൽ ഒരു വിശ്വാസി ആത്മാവ് കൊണ്ടാണ് ആരംഭിക്കുന്നത്. ആദാമ്യ പാപത്തിലൂടെ ക്ഷയിച്ചുപോയ അഥവാ നിർജീവമാക്കപ്പെട്ട ആത്മാവിൻ്റെ ശക്തിയാണ് ക്രിസ്തുവിലൂടെ പുതുജീവൻ പ്രാപിച്ചത്. മാമോദീസായാൽ വീണ്ടും ജനനം പ്രാപിച്ച നാം ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൽ സാത്താനെ ജയിച്ചതിനാൽ അവനിൽ വിശ്വസിക്കുന്ന നമുക്കേവർക്കും പാപമോചനമെന്ന നീതീകരണം ലഭിച്ചു. വിശ്വാസിയുടെ ജീവിതം ഇനി നയിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ട് ആത്മാവിനെ പ്രാപിച്ച ഗലാത്യസഭ യഹൂദരാൽ വശീകരിക്കപ്പെട്ട് പരിച്ഛേദന എന്ന കർമ്മത്തിലൂടെ ജഡികരായി അധപ്പതിച്ചതിനാൽ ബുദ്ധിയില്ലാത്തവരായി എന്ന് അപ്പോസ്തലൻ പരിതപിക്കുന്നതാണ് വേദഭാഗം. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യസഭയോട് പറയുന്നത്, നിങ്ങൾ ആത്മാവ് കൊണ്ടാണ് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നതെന്ന്. ക്രിസ്തുവിലൂടെ വീണ്ടും ജനിച്ച നാം ഇനിയും ജഡികരല്ല. നാം ഇനിയും ജീവിക്കേണ്ടത് പരിശുദ്ധാത്മാവിനാലാണ്. ജഡത്തിൽ ആശ്രയിക്കുകയും ജഡിക പ്രവൃത്തിയിലേക്ക് വീണ്ടും തിരിയരുതെന്ന് വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ട് ആത്മാവിനെ ശക്തിപ്പെടുത്തുക, വിശ്വാസത്തിൽ മുന്നേറുക. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.